എടുത്ത മാല കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിർത്തണം. ഇല്ല, ഇത് എന്റെ മാലയല്ല. ഞാൻ രാവിലെ പോരാത്ത അയൽവക്കത്തെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് നോക്ക് സുഹൃത്തെ, ആക്രമണം ഒന്നിനും ഒരു പരിഹാരമില്ല. നമുക്ക് സംസാരിച്ച് തീർക്കാം. അയ്യോ അങ്ങനെ പറയൊന്നും രണ്ട് കൊടുക്ക്. മലയുടെ അമ്മയുടെ മുന്നിൽ വിലയില്ല. പുച്ചു ഓർമ്മയുണ്ടല്ലോ, അങ്ങോട്ട് കൊടുക്ക്. പോയി പശുക്കളെ രക്ഷപ്പെടുത്തിയില്ലേ അണ്ണ? അണ്ണ ഉള്ളതുകൊണ്ട് ഏട്ടാ എന്തേലും പറ്റിയോ ഏട്ടാ? ഒന്നുമില്ല മോനെ. മക്കളെ പ്രക്ഷോഭേ, നീ ഉള്ളതുകൊണ്ടാടാ ഞങ്ങള് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അവന്മാരെന്റെ മാലയും കൊണ്ട് പോയാനാ. സത്യം മോനെ, രാവിലെ പറഞ്ഞു ഒന്നും മനസ്സിൽ വിചാരിച്ചേക്ക. അമ്മ അറിയാതെ പറഞ്ഞു പോയതാ കേട്ടോടാ. എനിക്കെന്തായിരുന്നാലും നിങ്ങളെ രക്ഷപ്പെടുത്തിയാലേ പറ്റൂ. ഏട്ടാ സോറി ഏട്ടാ. എന്തിനാ? അമ്മ ഓരോന്ന് രാവിലെ പറഞ്ഞപ്പോ ഞാനും തെറ്റിദ്ധരിച്ചു ഓരോന്ന്. കുഴപ്പമില്ല, നീ ആന്റി അകത്തോണ്ട് പോയി എന്തെങ്കിലും വെള്ളം കൊടുക്ക. ദൈവം കാത്തു മക്കളെ. ദൈവമല്ല എന്റെ ഏട്ടനെ കാത്തത്. എന്നാലും അണ്ണ അണ്ണൻ പൊളിയാ. അല്ല, എനിക്ക് പരിചയമുള്ള ഒരുത്തനെ പോലെ തോന്നി. പരിചയമുള്ള ആള് തന്നെയാ. ആര്? നോക്കെങ്ങോട്ടായിരുന്നു? ഇവൻ നീ ആയിരുന്നാ? നീ എന്തിനിങ്ങനെ വേഷം കെട്ടിയത്? ചേട്ടാ, ചേട്ടന്റെ അമ്മായിയമ്മയുടെയും ഭാര്യയുടെ മുമ്പിൽ ഒരു വേലയില്ലെന്നും പറഞ്ഞിട്ട് സുരഭിക്കും അമ്മയ്ക്കും പിന്നെ എനിക്ക് ഒരേ വിഷമം. അതുകൊണ്ട് തട്ടിക്കൂട്ടി ഒരു ചെറിയ പ്ലാനാ ഇത്. തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ആണെങ്കിൽ സംഭവം പൊളിയായിരുന്നു. പിന്നെ എന്റെ പ്ലാൻ അങ്ങനെ വർക്കൗട്ട് ആവാതിരിക്കും സുരഭി. മക്കളെ എന്തോന്ന് കാണിക്കണത്? അത് പോയി ഓടിച്ചു വിട്ടു. ഞാൻ വന്ന് ലേറ്റായി പോയില്ലേ? എന്റെ പിള്ളേരെ എന്റെ കയ്യിൽ കിട്ടിയതെങ്കിൽ അവന്റെ ഒക്കെ മണ്ട അടിച്ച് കീറിയാനെ. അവന്റെ ഒക്കെ വീട്ടുകാരുടെ പ്രാർത്ഥന, അവരുടെ വീട്ടുകാരുടെ പ്രാർത്ഥന രക്ഷപ്പെട്ടു. ഓക്കെ, അത്രയ്ക്കുള്ള ധൈര്യമൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞിന്റെ അത്രയുള്ള സൈറ്റുള്ള ആരും ഇപ്പൊ തീർത്താനേ. അമ്മമ്മയാണ് അപ്പൂപ്പനാണ് എനിക്ക്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.